ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കറക്ഷൻ്റെ സമയത്ത് വാങ്ങിക്കാൻ പറ്റിയ സെക്ടറുകളും വാങ്ങിക്കാൻ നമ്മൾ മുൻതൂക്കം കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തുന്നു, കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് വേണം, നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ 22,000 മുകളിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഭയങ്കര വലിയ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ലോങ് ടൈമിലെ ചാർട്ട് എടുത്ത് നോക്കിക്കേ, ഈ നിഫ്റ്റിയുടെ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം തന്നെയാണ്. എത്ര വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് തന്നെയാണ് എപ്പോഴും നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ മുൻ കാലഘട്ടത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും വരും കാലഘട്ടത്തിലും ഇതിനേക്കാളും മികച്ച പെർഫോമൻസ് ആയിരിക്കും നടത്താൻ പോണത്. അപ്പോൾ ഓരോ ഇടിവിലും നമ്മൾ എന്താണ് മുൻതൂക്കം നൽകേണ്ടത്, ഓവർ സോൾഡ് ആകുന്ന ഏരിയ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ട്രിപ്പായിട്ട് നമ്മൾ നിക്ഷേപിക്കേണ്ട തുകേനെ മൊത്തത്തിലൊരു 4 പാർട്ടായിട്ട് തിരിക്കണം. അതിൻ്റെ അകത്ത് ഓരോ പാർട്ടായിട്ട് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ മുൻതൂക്കം കൊടുക്കേണ്ട സെക്ടറുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ ഇന്ത്യ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പം ആദ്യം ഈ വലിയൊരു സാമ്പത്തിക ശക്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ആദ്യം വികസിക്കേണ്ടത്? റോഡ്, റെയിലാണ് ഏറ്റവും ആദ്യം വികസിക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളാണ്, അത് നിർമ്മിക്കുന്ന കമ്പനികളാണ് മെയിനായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതിന് കിടപ്പുണ്ട്. അപ്പോൾ റോഡ്, റെയിൽ സ്റ്റോക്കുകളൊക്കെ എന്താ, അതുമായിട്ട് നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ ഇപ്പോഴും ഇന്നൊക്കെ ഒരു ഭയങ്കര വലിയൊരു കറക്ഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഇന്ന് നടന്നു. അപ്പോൾ ഓരോ ഇടിവിലും നമ്മൾ തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വലിയൊരു റാലി നടത്താനുള്ള ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് റാലി നടത്താനുള്ളത്? കാരണം ഇപ്പം നിലവിൽ നമ്മുടെ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ തന്നെ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുപാട് പുതുക്കാനുണ്ട്. വികസിത രാഷ്ട്രങ്ങളെ നോക്കി കഴിയുമ്പോഴത്തേനും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രീതിയിലല്ല ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറാൻ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ട്രെയിനിൻ്റെ സ്പീഡ് തന്നെ നോക്കിക്കേ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് വന്നേ ഉള്ളൂ. വികസിത രാഷ്ട്രങ്ങളിൽ 500ഉം 1000 ഒക്കെ മുകളിലേക്കൊക്കെയാണ് സ്പീഡുള്ളത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും എത്തുന്നതിൻ്റെ അതിൻ്റെ പകുതിയെങ്കിലും വിചാരിക്കാൻ പറ്റില്ല. 500 തന്നെ എത്തുമ്പോഴത്തേനും ഇപ്പോൾ ഉള്ള ഈ ഒരു നിർമ്മാണം പോരാ, ഇതിനേക്കാൾ ഒരുപാട് മികച്ചതും ഒരുപാട് കരുത്തുറ്റതുമായിട്ടുള്ള നിർമ്മിതികൾ വേണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേണം. പിന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് എന്തോന്നാ, ഒരുപാട് സ്റ്റേഷൻസുകൾ നവീകരിക്കൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഇതിൻ്റെ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റോക്കുകൾക്ക് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ റോഡ് വികസനം, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളും ഇതിനൊപ്പം തന്നെ പോകണം. കാരണം റോഡ്, റെയിൽ വികസിച്ചാൽ മാത്രമാണ് എന്തുള്ളൂ, വികസനം പുറത്തുനിന്ന് വലിയ കമ്പനികൾ വരുള്ളൂ. കമ്പനികൾ വന്ന് ഈ ഗതാഗതം എത്രയും പെട്ടെന്ന് ചരക്കുകൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ റോഡും റെയിലും വികസിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതും വേഗത്തിൽ എത്താൻ പാകത്തിന് സ്പീഡിൻ്റെ കാര്യത്തിലും അതിന് മുൻതൂക്കമുണ്ട്. രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത് എന്നാ, റോഡ്, റെയിലും വികസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ, വിവിധ കമ്പനികൾ വന്നു കഴിയുമ്പോഴത്തേന് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ കമ്പനികൾ പണിത് വലുതാക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ.
ഇത് കൂടാണ്ട് എന്നുള്ള എനർജി, ഈ കമ്പനികളൊക്കെ ഇവിടെ വന്നാൽ മാത്രം പോരാ, അവർ പ്രവർത്തിക്കാനുള്ള എനർജി വേണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിന്യൂവബിൾ എനർജിയിലുള്ള കമ്പനികളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഇപ്പോൾ ഭൂമിയുടെയൊക്കെ ചൂട് കൂടും, അന്തരീക്ഷ താപനില കൂടുമ്പോൾ റിന്യൂവബിൾ എനർജിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഭാവി എന്ന് പറയുമ്പോഴത്തേനും ഒരു റിന്യൂവബിൾ എനർജി, സോളാറുമായിട്ട് ബന്ധപ്പെട്ട് വിൻഡ് എനർജി, അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ പിന്നത്തെ മുൻതൂക്കം കൊടുക്കേണ്ട സെക്ടറുകൾ ഏതൊക്കെയാണ്? നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോഡ് വികസിച്ചു, കമ്പനികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, എനർജികളൊക്കെ എനർജിയുടെ കമ്പനികൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അടുത്തത് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ച് പിന്നെ കയറ്റുമതികൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏതിനെ മുൻതൂക്കം കൊടുത്തേക്കണേ? ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ വലിയൊരു ഹബ്ബാക്കാനായിട്ട് ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ അകത്ത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി കമ്പനികൾ ഉണ്ട്. അപ്പോൾ ആ കമ്പനികളൊക്കെ എന്തോന്ന് ചെയ്യണ്ടേ, നമ്മളെപ്പോഴും ഫോക്കസിൽ വെക്കണം. അപ്പം ഇതുപോലുള്ള ഈ ഒരു ഇടിവിൻ്റെ സമയത്ത് നമുക്ക് അതുപോലെയുള്ള നല്ല മികച്ച കമ്പനികൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ആ ഒരു കണ്ടെത്തുമ്പോൾ എന്നാ വെച്ചാൽ റാലിയുടെ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ അകത്ത് ഓരോ കമ്പനികൾ സെയിൽസ് കൂടുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നത്, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നോക്കിയിട്ട് കടം കുറഞ്ഞു എന്നത്, അല്ലെങ്കിൽ കടം ഇല്ലാത്തത്, FIS DISൻ്റെ ഹോൾഡിങ്സ് നന്നായിട്ടുള്ളത്, പ്രൊമോട്ടറുടെ ഹോൾഡിങ്സ് ഉള്ളത്, പിന്നെ എന്താ ഇതിനൊക്കെ ഉപരി ചാർട്ട്, ഒരു നല്ല സ്ട്രക്ചറായിട്ടുള്ള നല്ലൊരു ചാർട്ടുള്ളത്, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇതൊക്കെ കൂടാണ്ട് നമ്മൾ നോക്കേണ്ട എന്താ, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല. അത് ഏത് മേഖലയാണ്? ആശുപത്രി സ്റ്റോക്കുകൾ, ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ മരുന്ന് കമ്പനികൾ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനെ വേറെ വലിയൊരു ഫാർമ സെക്ടറിൽ വലിയൊരു ഒരു ഹബ്ബാക്കാനായിട്ടുള്ളൊരു പദ്ധതികളുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് മരുന്ന് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് വികസനം നടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാണ്ട് എന്താ വേണ്ടേ, ഇതിനൊക്കെ വേണ്ട കെമിക്കൽസ് വേണം. ഫാർമയിലേക്കുള്ള കെമിക്കൽസ് വേണം, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെമിക്കൽസ് വേണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെമിക്കൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ വേറെ കിടക്കുന്നത്. ഇപ്പം തന്നെ കെമിക്കൽ സെക്ടറൊക്കെ ഒരു കൺസോൾട്ടേഷനും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് വാങ്ങിച്ചു കൂട്ടാൻ പറ്റിയ ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ എന്താ ചെയ്യണ്ടേ, ഇതുപോലുള്ള അവസരത്തിൽ നമ്മൾ നല്ല മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്തി ആ ഒരു സെക്ടറിലേക്ക്, ഈ ഒരു റൂട്ടിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ച് അടുത്ത കാലഘട്ടത്തേക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിന് മുൻതൂക്കം കൊടുത്തിട്ട്, പ്രാധാന്യം കൊടുത്തിട്ട് അതിന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇച്ചിരി ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേട്ടം നമ്മുടെ പുറകെ പോരും എന്നുള്ള പറഞ്ഞുകൊണ്ട് നിങ്ങളതൊക്കെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മതി. അപ്പോഴത്തേനും നമുക്ക് ഒരുപാട് മികച്ച നേട്ടവും വലിയൊരു നേട്ടത്തിലേക്ക്, വരും കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, ഞാൻ ഈ സെക്ടറുകളും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.